നമ്മൾ കോഴിക്കോട് ലുലു മാളിൽ ഈ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ അപ്പോൾ ഉച്ചയുടെ നേരമായി കഴിഞ്ഞാൽ നമുക്ക് വിശക്കുമ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഏറ്റവും ചീപ്പായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ പാർസൽ ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലിരുന്ന് കഴിക്കാൻ പറ്റും. അവിടുത്തെ ലഗോൺ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് പാരകളിലൊക്കെ ഉള്ളൊരു സ്റ്റൈലുള്ള അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. 1 കിലോക്ക് വെറും 300 രൂപയുള്ളൂ കേട്ടോ. 2 പേർക്ക് ലാവിഷായി കഴിക്കാൻ 4 വലിയ ചിക്കൻ പീസൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ പയ്യോളി ചിക്കൻ ഫ്രൈ 250 ഗ്രാമിന് 175 രൂപ. അതും ഞങ്ങൾ വാങ്ങിയിട്ടോ. ഒരു 5-6 പീസുണ്ട്. 2 പേർക്ക് ലാവിഷായി കഴിക്കാം. 3-4 ഐറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്നൊരു സെൽഫ് ചെക്കൗട്ട് കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ബില്ലടിച്ച് അതിൻ്റെ തന്നെ മുകളിലുള്ള ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലുള്ള ഈറ്ററി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസിംഗ് ഉള്ള ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മുകളിൽ ഫുഡ് കോർട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഹൈപ്പർ മാർക്കറ്റ് തൊട്ട് മുകളിൽ തന്നെ ഈറ്ററിയിൽ അധികം തിരക്കൊന്നുമില്ല. ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. നമ്മൾ താഴെ നിന്ന് പാർസൽ ചെയ്ത സാധനം അവിടെ പോയി കഴിക്കാം. ഇനി നമ്മൾ കണ്ടോ, അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ്. നല്ല വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ അത്ര തന്നെ സീറ്റ്സ് ഉണ്ട്. ക്ലീൻ ചെയ്യാനൊക്കെ കംപ്ലീറ്റ് എപ്പോഴും ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ അത് മാത്രമല്ല, നമ്മൾ താഴേന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമല്ല, അവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. ബേക്കറി ഐറ്റംസും ലേസും ചിപ്സും അവിടെയും കുറേ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴേന്ന് വാങ്ങിയതല്ല, ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ കുറേ കോമ്പോസ് കേട്ടോ. ഇങ്ങനെ കൊണ്ടോ മിറിൻ്റെയും പിന്നെ ഫുഡും ബിരിയാണിയും ഫ്രൈഡ് റൈസും അങ്ങനെ പാക്ക് ചെയ്ത കോംബോ ഐറ്റംസ് കുറേ ഉണ്ട്. ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ താഴേന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഈ തൈരും അച്ചാറും അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ കോംബോ ആയിട്ടുള്ളത് ആ മന്തിയുടെയും മക്ലൂബ റൈസിൻ്റെയൊക്കെ 250-225 റുപ്പീസിനൊക്കെ കോമ്പോസ്. അതിൻ്റെ കൂടെ പപ്പടവും റായ്ത്തയും ഒക്കെ വരുന്ന കോംബോ, പിക്കിളും ഒക്കെ വരുന്നത് കണ്ടോ. ഡേറ്റ്സ് പിക്കിളും ഓനിയൻ സാലഡൊക്കെ 200 രൂപ 225 രൂപയൊക്കെയാണ് ആ കോമ്പോസിനൊക്കെ റേറ്റ് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് ചിക്കൻ ബിരിയാണി 225 രൂപയാണ്. അതിൻ്റെ കൂടെ തൈരും അച്ചാറും ഒക്കെ വരുമ്പോൾ താഴേന്ന് നമ്മൾ 300 രൂപയ്ക്ക് 2 ബിരിയാണിയാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 150 രൂപ മാത്രമേ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ആവുള്ളൂ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള കോംബോയ്ക്ക് 225 റുപ്പീസ് കേട്ടോ. അങ്ങനെ ഏത് കോംബോ വേണമെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പോലെ നമുക്ക് മുകളിലും അവൈലബിൾ ആണ്. ബീഫ് റോസ്റ്റും കേരള പൊറോട്ടയും ഒരു ഓനിയൻ സാലഡും കൂടി നമുക്ക് 150 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ പനീറുള്ള ഓപ്ഷൻ ഉണ്ട്, ആലു പൊറാട്ട ഉണ്ട് കണ്ടോ. ബട്ടർ ചിക്കനും റൂട്ടിയുള്ള കോംബോ ഉണ്ട് 180 റുപ്പീസിന്. അങ്ങനെ പിന്നെ ഈ സാലഡ് അവസാനം ഏത് സാലഡ്സ് വേണമെങ്കിലും ഉണ്ട്. ഡെസേർട്ടായിട്ട് വേണമെങ്കിൽ ഇഷ്ടം പോലെ മഫിൻസും പുഡിങ്സും പേസ്ട്രീസും പിന്നെ ലേസോ ചിപ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഭക്ഷണത്തിന് ശേഷം കുട്ടികൾ വാശി പിടിക്കുകയൊക്കെ ആണെങ്കിൽ അതും അവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടേബിളിൽ ഞങ്ങൾ സീറ്റ് പിടിച്ചു. എന്നിട്ട് അവരുടെ ലഗോൺ ചിക്കൻ ബിരിയാണി നമുക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് 4 വലിയ പീസിൻ്റെ 2 പേർക്ക് ലാവിഷായി കഴിക്കാനുള്ള റൈസും ഉണ്ട് കേട്ടോ. 1 kg വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഴിക്കാൻ വേണ്ടി നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ് കിട്ടും. ഡിസ്പോസിബിൾ പ്ലേറ്റ് 2 എണ്ണം 19 രൂപയ്ക്ക് കിട്ടും. 19 റുപ്പീസിനാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഡിസ്പോസിബിൾ പ്ലേറ്റും വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കട്ടോ. പിന്നെ തൈരും സാലഡും അങ്ങനത്തെ ഒന്നും കിട്ടില്ല. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിക്കാൻ തുടങ്ങി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ലഗോൺ ചിക്കൻ ബിരിയാണി നമ്മളെ കറക്റ്റായിട്ട് കാലിക്കറ്റിൽ കിട്ടൂലേ, അതേ ലഗോൺ ചിക്കൻ ബിരിയാണി. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു പാരഗൺ സ്റ്റൈലിലുള്ള ബിരിയാണി തന്നെ കഴിക്കാം. ഏകദേശം ഒരു 150 രൂപയാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫുൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ആവുള്ളൂ. നല്ലൊരു ലെഗ് പീസ് കിട്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ലഗോൺ ചിക്കൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ ബ്രോയിലറിൻ്റെ പോലെയല്ല, നന്നായി ദമ്മിൽ ഇങ്ങോട്ട് കിടന്ന് വെന്തിട്ട് ആ ചിക്കൻ അധികം ഫ്ലഷി അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിൻ്റെ മസാലയ്ക്കും ഒക്കെ കേട്ടോ. റൈസിലും അതെ, നന്നായി സ്പൈസും ഫ്ലേവറും ഒക്കെ നന്നായി പിടിക്കും. ഈ ലഗോൺ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ കൂടുതൽ സമയം വേവുന്നത് കൊണ്ടാണ് തോന്നുന്നു നമ്മളെ ബ്രോയിലർ പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലേവർ ഇറങ്ങൂല ബ്രോയിലർ ചിക്കൻ ബിരിയാണിയിൽ. പക്ഷേ ഇത് നല്ല സൂപ്പർ കിഡിലും ടേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കഴിക്കാം. ഇത് പിന്നെ അവരുടെ പയ്യോളി ചിക്കൻ. ഈ പയ്യോളി ചിക്കനും അതേ തേങ്ങയൊക്കെ ഇട്ടതിൽ ഇങ്ങനെ വറുത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പയ്യോളി ചിക്കൻ. അതും എല്ലാവരും 2 പേർക്കും നമുക്കൊരു 3 പീസോളം കഴിക്കാനുള്ള പയ്യോളി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 6 പീസോളം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പൊടി, ആ പൊടി ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ പൊടി. അങ്ങനെ നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് പയ്യോളി ചിക്കനും ലഗോൺ ചിക്കനും ഒക്കെ കൂട്ടി ബിരിയാണി ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും, ഇനി ബിരിയാണി വേണ്ടാത്തവർക്ക് ഫ്രൈഡ് റൈസും എന്തൊക്കെ വേണമെങ്കിലും, അവിടുത്തെ ഗുബൂസ് വേണമെങ്കിൽ അതുണ്ട്, റൂട്ടി വേണമെങ്കിൽ അതുണ്ട്, അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിയിട്ട് മുകളിലുള്ള ഈറ്ററി എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിക്കുക കേട്ടോ. അപ്പോൾ ബില്ലിനൊന്നും ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഈ 2-3 ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ചെക്കൗട്ട് കൗണ്ടർ ഉണ്ടല്ലോ, അവിടുന്ന് സെൽഫായിട്ട് നമുക്ക് കാർഡ് പേയ്മെൻറ്റ് മാത്രമേ അവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാർഡ് പേയ്മെൻറ്റ് വഴി നമുക്ക് ചെക്കൗട്ട് ചെയ്ത് മുകളിൽ പോയി കഴിക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫുൾ എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൻ്റെ ശേഷം നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ഹണി കേക്ക് ഉണ്ടായിരുന്നു. ഇത് ഓഫറിലാണ് കേട്ടോ. 180 റുപ്പീസിൻ്റെ ഹണി കേക്ക് 99 റുപ്പീസിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ബിരിയാണിക്ക് ശേഷം ഒരു ഡെസേർട്ടായിട്ട് ഞങ്ങൾ ഹണി കേക്കൊക്കെ കഴിച്ചു. ഹണി കേക്കും നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹണി കേക്ക് അല്ലെങ്കിലും ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അത് അല്ലെങ്കിലും ഒരു നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഹണി കേക്കും കഴിച്ചു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കഴിച്ചു. അപ്പോൾ ഏറ്റവും എക്കണോമിക്കലായിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ ലുലു മാളിൽ പോയാൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. മുകളിലത്തെ ഫുഡ് കോർട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കാളും കൂടുതലായിട്ട് ഏറ്റവും എക്കണോമിക്കലായിട്ട് കഴിക്കാൻ പറ്റുന്നതും ഈ ഹൈപ്പർ മാർക്കറ്റ് എന്നാണ്. മുകളിലൊക്കെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, നല്ല റേറ്റുമാണ്. ഇത് കണ്ടു. അങ്ങനെ കോണി ഇറങ്ങി നമുക്ക് അതിന് ശേഷം നമ്മളെ ഷോപ്പിങ്ങും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ശരി.